ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സുജുവും സാഗറും കൂടി മെയിലൊക്കെ ചെക്ക് ചെയ്യണ സമയത്താണ് ആ ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത് കേട്ടോ. സുജു, നമ്മുടെ ബാംഗ്ലൂരിലെ കമ്പനിയിൽ ഒരു റെയ്ഡ് നടന്നിട്ടുണ്ടല്ലോ ഇപ്പം അടുത്ത്. ഇത് നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. അവിടെയല്ലേ മാനസം ഉണ്ടായിരുന്നത്? എന്തൊക്കെയോ ഒരു പ്രശ്നം അവിടെ നടത്തി വെച്ചിട്ടാട്ടോ അവൾ പോന്നിരിക്കുന്നത്. എന്തൊരു കഷ്ടം, ഇങ്ങനൊരു വിഡ്ഢിയാണോ അവൾ എന്നൊക്കെ സുജുവിനോട് സാഗർ പറയുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തോടു കൂടി സാഗർ അവിടെ നിന്ന് സുജു അതുപോലെ തന്നെ എഡീറ്റ് വരുന്നു. അങ്ങനെ ആൻറ്റിയമ്മയും ഹേമയും മാനസയൊക്കെ വിളിച്ച് വരുത്തുന്ന. മാനസയാണെങ്കിലോ അങ്ങനെ കൃഷിൻ്റെയും കൺമണിയുടെ അടുത്തേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വരുന്നു കേട്ടോ. മാനസ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഞാൻ കൃഷിൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ ഒരിക്കലും മാനസ് അങ്ങോട്ട് പോകണ്ട. മാനസ, ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ തന്നോളൂ എന്ന് പറയുന്നു. എന്താ അങ്കിളേ എന്ന് പറയുമ്പോഴത്തേനും മാനസ, ബാംഗ്ലൂർ കമ്പനി ഇത്രയും ദിവസം ഉണ്ടായിരുന്നല്ലോ, അവിടെ ഒരു റെയ്ഡ് നടന്നിട്ടുണ്ടല്ലോ, എന്താ മാനസ ഇതിന് കാരണം ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അത് പിന്നെ സർ, ഞാൻ വേറൊന്നുമല്ല, കൃഷിനെ അങ്ങോട്ട് വരുത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു നാടകം കളിച്ചതാണ്. എന്താ മാനസ ഈ പറയുന്നത്? നിനക്ക് നാടകം കളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ ഞങ്ങളുടെ അലിഗയിലെ കമ്പനി? അതാണോ നീ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും സർ, ഞാനത് തെറ്റാണ് ചെയ്തതെന്ന് പറയുന്നു. ഒരിക്കലും ഇത് ഞാൻ അംഗീകരിച്ച് തരില്ല. ഇനി മാനസയ്ക്ക് ആ കമ്പനിയിൽ തുടരാൻ സാധിക്കില്ല. അങ്ങനെ അവിടുന്ന് കുറച്ച് ദിവസം ടെർമിനേറ്റ് ചെയ്യാട്ടോ ചെയ്യുന്നത്. മാനസയെ ഇത് കേൾക്കുന്ന ആൻറ്റിയമ്മ ഞെട്ടുന്നുണ്ട് കേട്ടോ. കാരണം തെറ്റ് മാനസയുടെയും ആൻറ്റിയമ്മയുടെ ഭാഗത്തുണ്ട്. കാരണം കൃഷിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തത്. പിന്നീടും നമ്മുടെ കേണൽ സാറിൻ്റെ അടുത്താട്ടോ കാണിക്കുന്നത്. അങ്ങനെ കൺമണിയും കൃഷും അതുപോലെ തന്നെ ആ ചേച്ചിയൊക്കെ കൂടിയിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കൺമണിയെ നല്ലപോലെ പുകഴ്ത്തി പറയുന്നുണ്ട് ഓരോരുത്തരും. കാരണം കൺമണിയുടെ ഇത്രയും കാലത്തെ അനുഭവങ്ങളും അവൾ കാരണം ഞങ്ങളുടെ കമ്പനിയിലേക്ക് വന്ന നേട്ടങ്ങളും അങ്ങനെ എല്ലാം ചർച്ച ചെയ്യുന്നു കേട്ടോ. അങ്ങനെ സത്യമുള്ള കാര്യമില്ലേ സാർ പറഞ്ഞ, പിന്നെ എന്തിനാ നാണിക്കുന്നത് എന്ന രീതിയിലൊക്കെ കൺമണി സംസാരിക്കുന്നു. അതിനുശേഷം തന്നെ നമ്മുടെ മാഹി വിളിച്ചിട്ട് കൃഷ്ണനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ മഹി പറയുന്നത് ഇങ്ങനെയാണ്, മാനസയെ ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ് കമ്പനി. അതെന്താ കാര്യം? അതൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നിരിക്കുന്നത്, അതാണ് രീതിയിലൊക്കെ സംസാരിക്കുക കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ബലരാമനെയും അതുപോലെ തന്നെ ഒരു സഹദേവനെയാട്ടോ. സഹദേവനാണെങ്കിൽ സർ, എന്താ ഇപ്പോൾ ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വരാൻ കാരണം? അതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിക്കുന്നുണ്ടോ. സഹദേവ, എന്നെ നീ എനിക്ക് ഇപ്പോഴേ അറിയുള്ളൂ. എനിക്കൊരു വേറൊരു മുഖമുണ്ട്, അത് നീ തിരിച്ചറിഞ്ഞിട്ടില്ല. നിനേക്കാൾ അത് മേലെയാണ്, നിനക്ക് ചിന്തിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. പിന്നീടും കൃഷ്ണൻ കൺമണിയെ റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷങ്ങളായിട്ടാണ് കാണിക്കുന്നത്. കൺമണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാനായിട്ട് നോക്കുന്ന സമയത്ത് തന്നെ കൺമണി പറയുന്നുണ്ട്, ഞാനിപ്പോൾ കേണൽ സാറിനെ വിളിക്കും കേട്ടോ, എന്നെ വിട് എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഈ കേണൽ സാറിനെ നീ വിളിക്കേണ്ട, ഞാൻ നിന്നെ വിടാനും പോകുന്നില്ല, ആ പോകുന്നൊന്നും ഇപ്പോൾ എണീറ്റ് വരില്ല എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും കേണൽ സാർ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ടോ. അങ്ങനെ കൃഷ്ണൻ കൺമണി അങ്ങോട്ട് നോക്കുന്നു. എന്തായാലും കേണൽ സാറാണെങ്കിലോ ഇവരുടെ പ്രണയത്തിന് എപ്പോഴും വളം വെച്ച് കൊടുക്കാട്ടോ ചെയ്യുന്നത്. എന്തായാലും ഇവർ രണ്ടുപേരാണ് ഒന്നാവേണ്ടതെന്ന് അദ്ദേഹത്തിനും അറിയാം. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ കഴിയുന്നത്. എപ്പിസോഡായിട്ട് കാണാം കേട്ടോ.